மெர்லின், அலீனா, நீங்க 2 பேரும் கசின்ஸ் தானே? இப்படி சண்டை போடுறது சரியா? இல்லை இல்லை, நீங்க 2 ஆளும் கேஸோட ட்ரூ ஃப்ரெண்ட்ஸ் தானே? ஆண்டி, ഫ്രണ്ട്സ് தான் சொன்னேன். இப்படி சண்டை போടக்கூடாது. എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ ചിലവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്താലും പറ്റൂല. എനിക്ക് ആരോട് അറ്റാച്ച്മെന്റ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് മുതൽ അതില്ലായിരുന്നു. പിന്നെ എന്തിനാ ഇപ്പൊ കാണിക്കുന്നേ? അതെ, നിങ്ങളെന്താന്ന് ഇങ്ങനെ? ഒന്നില്ലെങ്കിൽ ഇത്രയും പ്രായം ബുദ്ധിയൊക്കെ ആയില്ലേ? ഒന്ന് ഒതുങ്ങാൻ പാടില്ലേ രണ്ടുപേർക്കും? ആരൊതുങ്ങണമെന്ന് ചേച്ചി പറയണേ? ഞാനോ? അതിപ്പോ നിങ്ങൾ തന്നെ രണ്ടിനും കൂടെ തീരുമാനിച്ചോ ധാരണയിലെത്ത്. എന്നിട്ട് ആരെങ്കിലും ഒരാളൊന്ന് ഒതുങ്ങും. ചേച്ചി ഇവളൊന്നും ഒന്നുമില്ല. പണ്ട് തൊട്ട് ഇവിടെ സ്വഭാവം ഇങ്ങനെ തന്നെ. ഓഹോ, അപ്പൊ നീ എന്നെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലേ? ജയന്തിനങ്ങൾ നീ പുറത്തു വെച്ച് സോപ്പിട്ട് കയ്യിലെടുക്കുന്നേ ഞാൻ കണ്ടായിരുന്നു. സോപ്പ് ഇടണോ? ഞാനാ? അങ്ങള് പറഞ്ഞു നീ കേട്ടില്ല? ഞാൻ നല്ല മനുഷ്യത്വമുള്ളൊരു കൊച്ചാ. വിവരമുള്ള ആൾക്കാർക്ക് നല്ല ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. ഇവിടെ എല്ലാം ഭയങ്കര സോഫ്റ്റ് ആൾക്കാരാ, യുനോ. അതെ, സോഫ്റ്റ് ആൾക്കാരാണ്. നിന്റെ സ്വഭാവമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ പൊന്നു സിസ്റ്ററെ മെർലിൻ, നിന്റെ സ്വഭാവം ഭയങ്കര റഫും ടഫാ. അത് ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം. ആരുടെ ഫാമിലിക്ക് അറിയാന്ന് എന്ത് പറഞ്ഞെന്ന്? നമ്മുടെ ഫാമിലി എല്ലാവർക്കും അറിയാം. ചേച്ചി, ഇതൊരു ജെനറ്റിക് പ്രോബ്ലം എന്നറിയാമോ? അങ്ങളുടെ സെയിം സ്വഭാവമാണ് ഇവൾക്കും കിട്ടിയത്. ഓ, വിൻസെന്റ് കോമസോട്. അത് കറക്റ്റ്. വിൻസെന്റ് കോമസോട് അതേ കോപം தான் ഉനക്ക് ഇരിക്കുപ്പോ. ആന്റി ഭയങ്കര സെൽഫിഷ്. ആരോടും ഒരു സ്നേഹവും ഒരു ഒന്നുമില്ല. പക്ഷെ കാശുണ്ടൊക്കെ ഭയങ്കര മിടുക്ക്. അതിന് നിന്റെ ഡാഡി മോശമൊന്നല്ലല്ലോ. ആന്റിക്ക് അറിയോ, ഞങ്ങളുടെ ഒരു ബന്ധുവും ഇവളുടെ ഡാഡിയും കൂടി ഒരു ബിസിനസ് തുടങ്ങി. എന്നിട്ട് ബിസിനസ് അങ്ങ് പച്ച പിടിച്ചപ്പോ ഇവളുടെ ഡാഡി ആ അങ്കിളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ഒഴിവാക്കിയോ? ആരൊഴിവാക്കി? ഡാഡി ന്യൂ ബിസിനസ് ട്രൈ ചെയ്യാൻ പോയതാ. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്താൽ കാശ് തിരിച്ചു കൊടുത്തില്ലേ? ആർക്ക് കൊടുത്തുന്ന്? ആന്റി 5 രൂപയും ഇതുവരെ ആൾക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരൊറ്റ വിഷമത്തിൽ ആങ്കിള് മരിച്ചതാണോ ഇനി? ഓരോരു കഥ ഉണ്ടെങ്കിൽ ഇവിടെ വരല്ലേ? ഇത് കേശുവിന്റെ വീടിന്റെ അടുക്കളയിൽ പോയി. അല്ലെങ്കിൽ അമ്മമ്മ ഇവിടെ എങ്ങനെ തന്നെയാ. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ പൊന്ന് മെർലിനെ, അലീന, നിങ്ങളൊന്ന് നിർത്തൂ. നിങ്ങളുടെ 2 പേരുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. പാവം പിടിച്ച വന്നു കയറിയ ജയേന്ദ്രങ്ങളിൽ അറിഞ്ഞൂടാ. ദയവ് ചെയ്ത് ആറ്റിക്കരുത്. അത് തന്നെ, ഓൾറെഡി ഈ പരിസരത്തേക്ക് ഇവർ ഇഷ്ടം പോലെ ചീത്തപ്പേരുണ്ട്. നിങ്ങളായിട്ട് അത് കൂട്ടി കൊടുക്കരുത്. ചേച്ചി, നീ വേണ്ടത് നീ സൂചിച്ചാട്ട വാക്കത്ത് നിൽക്കണമെന്ന് എനിക്കറിയാം. പാവം കേശിച്ചോട്ടെ, എന്തൊരു ഹാപ്പി ആയിട്ടിരുന്നതാ. എല്ലാം പോയി. അതേ മാറു. ചില ആൾക്കാർ ലൈഫിൽ കയറിയ ലൈഫ് പോക്ക. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, ഇതെന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ജയന്തൻ അപ്പുറത്ത് വന്നിരിപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് നീയല്ലേ. ഞാനിവിടെ നിന്നാ ശരിയാവില്ല. അങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ. ഞാൻ അങ്ങളെ കമ്പനി കൊടുക്കാം. എന്തായാലും എന്ത്, ജയേന്ദ്രങ്ങളിന് അലീനയുടെ സ്വഭാവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അവളല്ലേലും അങ്ങനെയാ. ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റാനേ അവൾക്ക് ഭയങ്കര മിടുക്കാം. അല്ല, ജയന്ത്രങ്ങൾ ഒറ്റയ്ക്കല്ലേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നിനക്കൊന്നും സംഭവിക്കാതെ നീ നോക്കിക്കും. ഇനി എന്ത് സംഭവിക്കാൻ? ഇവനിതോടെ തീർന്നല്ലോ. ചേച്ചി, ചേച്ചി വിടുന്നു. ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ ഗതിയായത്. മോള് ബാംഗ്ലൂരാണല്ലേ പഠിക്കുന്നത്? ഇവിടെ അടുത്ത് എവിടെയോ ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു. പൈപ്പ് ലൈൻ റോഡ് ജോയിച്ചേട്ടെ. ആക്ച്വലി ഇല്ലെങ്കിലേ ഞങ്ങളുടെ ഫാമിലിയും ജോയിച്ചേന്റെ ഫാമിലിയാണ് കൂടുതൽ ബന്ധം. അത് കാര്യമില്ല. ഞങ്ങള് മെന്റലി രൂപത്തിൽ ക്ലോസ് അല്ലേ ഞങ്ങളെ റിയൽ ബന്ധുക്കളാവുള്ളൂ. എന്ന് വെച്ചാ മെന്റലി ആയിട്ട് ക്ലോസ് അല്ലേ ഞങ്ങളെ റിയൽ ബന്ധുക്കളാവുള്ളൂ. ഓ, അത് മോള് പറഞ്ഞേ ചെയ്യാം. മാനസികമായ അടുപ്പമുണ്ടെങ്കിൽ ഈ ബന്ധത്തിനൊക്കെ ഒരു ബലം ഉണ്ടാവും. കേട്ടു പടി കേശു. കേട്ടോ അങ്ങളെ, ചില ആൾക്കാർക്ക് ഈ മനസ്സിലിടിച്ചു കയറാൻ ഒരു പ്രത്യേക കഴിവാ. അത്രയും നാളില്ലാത്ത സ്നേഹവും മനുഷ്യത്വം ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരും. ഉള്ളേ വെറും പൊള്ളയാ. ആ വാക്കുകളൊന്നും സത്യത്തിൽ എങ്ങനെ പറയണ്ടേന്ന് പോലും അവർക്കറിയില്ല. അല്ലേ യേശു? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ.
സുഖമായിട്ടിരിക്കണ മക്കളെ? ഭയങ്കര സുഖമാണ്. എന്തൊരു ചിരി അലപ്പാണ് ഇവിടെ. അപ്പുറത്തെ വീട് വരെ കേൾക്കാലോ. മെർലിൻ തമാശ പറഞ്ഞതാ. തമാശ കൊള്ളാം കൊള്ളാം. നീ എന്ത് പറ്റി പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ കയറി വന്നേ? ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ വരൂല്ലായിരുന്ന? ഇനി ഞാൻ ബസ് പിടിച്ചല്ലേ വന്നേ. ബസ് സ്റ്റേഷനിൽ വരാമല്ലോ. ബസ്സിന്റെ സ്റ്റേഷനാ ഇല്ലേ? അയ്യോ ഇപ്പൊ കേശു പിന്നെ ബിസി അല്ലേ. ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എങ്ങനെ കേശുവിന് വരാൻ പറ്റാ അല്ലേ? നീ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ കളഞ്ഞിട്ട് നീ വിളിച്ചു കഴിഞ്ഞാ ഞാൻ വരൂല്ലായിരുന്നു ശിവ. ഓവറാക്കല്ലേ മോനെ കേട്ടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.